ഭാര്യയും കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിക്കുന്ന അറവുശാലിയോ ഇതുപോലുള്ള ഹെഡിങ്സ് ഇട്ട് വീഡിയോ ഇടുന്നത് വെറും ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഡോക്ടർ ശ്രുതി സുഭാഷ്, ശിഹാബ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റും HOD-യുമാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ പ്രിസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങളായി പ്രചരിക്കുന്നുണ്ട്. വളരെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണിത്. അതിൽ പറഞ്ഞ പ്രകാരം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഒരു ഗർഭിണി എത്തുകയും അവർക്ക് പ്രൊജസ്ട്രോൺ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. യൂഷ്വലി പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ ഒരു 90 to 95% പ്രഗ്നന്റ് ലേഡീസിനും കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് കൊടുക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് അബോർഷനുള്ള ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമ്മൾ ഗ്രോത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് വരികയാണ്, ഒരു ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ റിക്കറൻറ്റ് അബോർഷൻസ് ഉള്ള കേസസിൽ, അതല്ലെങ്കിൽ ഷോർട്ട് സെർവിക്സ് എന്ന് പറയും, ആ കേസസിലൊക്കെയാണ് നമ്മൾ പ്രൊജസ്ട്രോൺ കൊടുക്കുന്നത്. പ്രൊജസ്ട്രോൺ ആക്ച്വലി പ്രഗ്നൻസി പ്രൊട്ടക്ഷൻ ആയിട്ട് കൊടുക്കുന്നതാണ്, പ്രഗ്നൻസിക്ക് സപ്പോർട്ടീവായിട്ട് കൊടുക്കുന്ന മെഡിസിനാണ്. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഒരിക്കലും ബ്ലീഡിംഗ് അല്ല. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ചെറുതായിട്ടുള്ള ഛർദി, ഓക്കാനം എന്നുള്ളത് മാത്രമാണ്. ഈ മെഡിസിൻ യൂഷ്വലി നമ്മൾ പ്രൊജസ്ട്രോൺ ഡെയിലി വൺസോ അല്ലെങ്കിൽ ഡെയിലി ട്വൈസ് ആയിട്ടാണ് കൊടുക്കുക. ഇത് കോസ്റ്റ്ലി മെഡിസിൻ തന്നെയാണ്. അപ്പോൾ അത് കോസ്റ്റ് കുറയ്ക്കാനായിരിക്കും ഡോക്ടർ അത് ഓൾട്ടർനേറ്റ് ഡേ എഴുതിയത്. യൂഷ്വലി അത് ഡെയിലി വൺസ് കൊടുക്കുന്നതുകൊണ്ട് അത് ഫാർമസിയിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചു, ഒരു ഹ്യൂമൻ എറർ സംഭവിച്ചു. അത് അവർ ഡെയിലി ഓൾട്ടർനേറ്റ് ഡേ എന്നുള്ളത് ശ്രദ്ധിക്കാതെ വൺസ് തന്നെ കൊടുത്തു. ഇത് ഒരു തെറ്റ് തന്നെയാണ്, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. അതിൻ്റെ വേണ്ട നടപടികൾ, അത് ആ തെറ്റിനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് അവർ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ശിഹാബ് ഹോസ്പിറ്റൽ. ഇവിടെ ഒരു വർഷത്തിൽ 1 ലക്ഷത്തിലധികം OP പേഷ്യൻസും 1000-ലധികം ഡെലിവറീസും നടക്കുന്നുണ്ട്. ഇതിൽ ഒരു വർഷത്തിനകത്ത് 3-4 തവണ മാത്രമാണ് നമുക്ക് ഇതുപോലെയുള്ള മെഡിക്കൽ ഡിസ്പെൻസിങ് എറേഴ്സ് സംഭവിച്ചിട്ടുള്ളത്. WHO ക്രൈറ്റീരിയ പ്രകാരം every 250 മെഡിക്കൽ ഡിസ്പെൻസിങ്ങിൽ 1-2 തവണ ഇതുപോലുള്ള മെഡിക്കൽ എറേഴ്സ് സംഭവിക്കും എന്നാണ്. കാരണം മെഡിസിൻസ് ഡിസ്പെൻസ് ചെയ്യുന്ന ഹ്യൂമൻസ് ആണ്, അപ്പോൾ ഹ്യൂമൻ എറേഴ്സ് നാച്ചുറലി അതിൽ സംഭവിക്കുന്നതാണ്. എന്നിരുന്നാൽ പോലും ഇവിടുത്തെ ഡോക്ടേഴ്സും എല്ലാ സ്റ്റാഫും പേഷ്യൻ്റ് കെയറിൽ പ്രതിജ്ഞാബദ്ധരായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ഏതൊരു ഡോക്ടറും അവരുടെ അടുത്തെത്തുന്ന പേഷ്യൻസിന് നല്ല രീതിയിൽ കെയർ കൊടുക്കാനാണ് ശ്രമിക്കുക. പ്രത്യേകിച്ച് ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റുകൾ 2 ജീവനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, 2 ജീവനെയാണ് നമ്മൾ കെയർ ചെയ്യുന്നത്. ഒരിക്കലും ഞങ്ങൾ ഒരു മദറിനോ ബേബിക്കോ പ്രോബ്ലം വരുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ എല്ലാവരും ഇവിടെയുള്ള ശിഹാബ് ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടേഴ്സും എല്ലാ സ്റ്റാഫും എന്നും പേഷ്യൻസിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാണ്. താങ്ക് യു.